നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജിയോ പൊളിറ്റിക്സ് ദിവസം ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം പലരും കേട്ട് കാണും. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളാണ് ശരിക്കും സത്യത്തെ പുറത്തു കൊണ്ടുവരുന്നത്. നമ്മുടെ മലയാളം ചാനലുകളൊന്നും അതറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല. സംഗതി കുറച്ച് ഗൗരവമുള്ളതാണ്. ഇവിടെ ഷാങ്ഹായ് ഉച്ചകോടി സമ്മേളനത്തിന് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്നിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു പ്രത്യേക വാർത്തയുണ്ടായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 10 മിനിറ്റോളം പ്രധാനമന്ത്രിയെ കാത്തിരുന്നു. എന്നതിന് ശേഷം അദ്ദേഹം വന്ന് പുടിൻ്റെ കാറിൽ രണ്ടുപേരും കയറി ഏകദേശം 1 മണിക്കൂറോളം അവരങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നൊരു വാർത്ത. കുറച്ച് കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി അവർ സമ്മേളന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ഇതാണ് വാർത്ത. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഷാങ്ഹായ് ഉച്ചകോടി സമ്മേളനത്തിന് എത്തുന്ന വേളയിൽ മോദിജിയെ അപായപ്പെടുത്താനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഇൻ്റലിജൻസ് അത് വളരെ കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ്. അപ്പോൾ പുടിൻ്റെ കാറിൻ്റെ പ്രത്യേകത, മിസൈലുകൾ വന്നാൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അത്തരത്തിലുള്ള അതിഗംഭീരമായൊരു വാഹനമാണ്. അതിലാണ് മോദിജിയെയും ഇരുത്തിക്കൊണ്ട് കുറേ നേരം ഇരുന്നത്. അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ ക്ലിയറൻസ് കിട്ടി, ഇനി കുഴപ്പമൊന്നുമില്ല എന്ന്. അതറിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ? എല്ലാവരുടെയും സംശയം ചെന്നെത്തുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിലാണ്. ഇതിനോടനുബന്ധിച്ച് ഢാക്കയിൽ വെച്ച് ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പം അദ്ദേഹം വന്നത് ഈ തീവ്രവാദ സ്വഭാവമുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അതുവഴി ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താനുമൊക്കെയാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. ഏതായാലും അവിടുന്ന് അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു പോന്നു. അപ്പോൾ ഇതിന് അമേരിക്കയെ പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലതരത്തിലും ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായി ആഭ്യന്തരമായിട്ട്. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞു. 24 ഇലക്ഷൻ മുതൽ പരാജയപ്പെട്ടു. ഓരോന്നും പരാജയപ്പെട്ടു. അവന്മാരി ജൻസി കലാപത്തിന് ഒരുക്കം കൂട്ടി, അത് പരാജയപ്പെടും. പിന്നെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായി, അതും പരാജയപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ആജ്ഞാനുവർത്തികളായ പലരും ഭാരതത്തിലുണ്ട്. അവരൊക്കെ പലതരത്തിൽ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. അവസാനം പ്രധാനമന്ത്രിയെ വധിക്കുക, അതുവഴി ഇവിടുത്തെ ഭരണം അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇത് ചെയ്തത്. സംശയം മുഴുവൻ ചെല്ലുന്നത് ഡീപ് സ്റ്റേറ്റിന് നേരെയാണ്. ഇപ്പോൾ വരുന്ന ഒരു ഉച്ചകോടി മലേഷ്യയിൽ വെച്ചിട്ട്, അതിന് മോദിജി പങ്കെടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരിട്ട് പങ്കെടുക്കുന്നില്ല. അതിന് കാരണം അവിടെയും വധശ്രമത്തിന് പരിപാടിയുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടാണ്. ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. ഇപ്പം ഇവിടെ ചൈനയും റഷ്യയും ഇന്ത്യയും അതിശക്തമായിട്ടുള്ള ഒരു കവചമാണ് മോദിജിക്ക് തീർത്തിട്ടുള്ളത്. ഇപ്പം അടുത്ത കാലത്ത് വളരെ ശത്രുക്കളായിരുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ അടുത്തു. ഇത് ട്രംപിന് സഹിക്കുന്നില്ല. മാത്രമല്ല, ഇന്ത്യ ചെയ്യുന്ന എന്താണെന്ന് വിചാരിച്ചാൽ കച്ചവടം മുഴുവനും ഡോളറിലല്ല, രൂപയിലാണ്. മാത്രമല്ല, അടുത്ത കാലത്ത് റഷ്യയിൽ നിന്നും വാങ്ങിച്ച എണ്ണ ചൈനീസ് കറൻസിയിലാണ് വാങ്ങിച്ചത്. ഇത് ചൈനയ്ക്ക് വളരെയധികം ഉപകാരപ്രദമായ കാര്യമാണ്. മാത്രമല്ല, ഡോളറിനെ താഴ്ത്തുക എന്നൊരു ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ട്. ബ്രിക്സ് എന്ന് പറയുന്ന സംഘടന രൂപാന്തരപ്പെട്ടത് തന്നെ ഇന്ത്യ മുഖാന്തരമാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക
ഇപ്പോൾ 10-13 രാജ്യങ്ങൾ കൂടി ഇതിൽ അംഗങ്ങളായി എന്നാണ് പറയുന്നത്. ഇവരൊക്കെ പരസ്പരം വിനിമയം നടത്തുന്നത് അതാത് അവരുടെ കറൻസികളിലാണ്. അപ്പം അതുകൊണ്ട് ഡോളറിന് ഇത് വലിയൊരു അടിയായിത്തീരും. ഇതാണ് ഒരു കാര്യം. പിന്നെ മാത്രമല്ല, പല വിധത്തിലുള്ള ഉപരോധങ്ങൾ നടത്തിയിട്ടും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ നിന്ന് റഷ്യയിലെ 2 എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ ഇന്ത്യൻ കമ്പനികൾ പറയുന്നത് ഞങ്ങൾ വാങ്ങിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവർ ഉപരോധം ഏർപ്പെടുത്താൻ ഇവരാര്? ഇതാണ് അമേരിക്കയുടെ ആ അപ്രമാദിത്യം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ. നിസ്സഹായരായിട്ട് അമേരിക്കയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും. കാരണം അവിടെ രാജ്യങ്ങളൊക്കെ ചെറുതാണ്. ഇന്ത്യയുടെ പകുതി പോലും ജനസംഖ്യയില്ലാത്ത രാജ്യങ്ങളാണ് പലതും. പല രാജ്യങ്ങളും ഉത്തർപ്രദേശിൻ്റെ അത്രയും ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർന്ന പല രാജ്യങ്ങളും ഉണ്ടെങ്കിലും ആയുധപരമായിട്ട് സൈനികപരമായിട്ട് അമേരിക്കയെ ഭയപ്പെട്ട് നിന്നേ പറ്റൂ. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക ഇപ്പോൾ ശരിക്കും ഊതി വീർപ്പിച്ചൊരു ബലൂണാണ്. പണ്ട് കേമമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആഭ്യന്തര കലഹം അവിടെയുണ്ട്, സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയാണ്. പിന്നെ ഇനി ആകെ അറിയാനുള്ള ആയുധങ്ങളുടെ കാര്യം മാത്രമാണ്. അതും റഷ്യയുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് അത് നിസ്സാരമാണെന്ന് നമുക്ക് കാണാം. അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിന് ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ആകെ ഉള്ളത് ഇറാനിൽ പോയിട്ട് എന്തോ കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്കയുടെ കയ്യിൽ നിന്ന് ലോകത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. റഷ്യ, ഇന്ത്യ, ചൈന ഈ 3 ശക്തികൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടായിരിക്കണം പുടിനെയോ അതേമാതിരി ചൈനീസ് പ്രസിഡൻറ്റിനെയോ വധിക്കാൻ അത്ര പെട്ടെന്ന് നടക്കില്ല. പെട്ടെന്ന് നടക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്നത് മോദിജിയെയാണ് അപായപ്പെടുത്തുക. അതിനുള്ള ശ്രമമാണ്, അത് പരാജയപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ അവരുടെ എല്ലാ പരിപാടികളും ഇതേവരെ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായ വിവരങ്ങൾ ഞാൻ മുമ്പൊരിക്കൽ പറയുകയുണ്ടായി. ഇന്ത്യയിലെ ഭരണമാറ്റത്തിന് ഇന്ത്യയിലെ സജ്ജനങ്ങൾക്ക് മാത്രമല്ല, റഷ്യയ്ക്കും ചൈനയ്ക്കും മറ്റ് പല രാജ്യങ്ങൾക്കും ബ്രിക്സ് രാജ്യങ്ങൾക്കൊന്നും താല്പര്യമില്ല. മോദിജി തന്നെ തുടരണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മൊസാദായാലും ശരി, റഷ്യയുടെ ചാരസംഘടനയായാലും ശരി, ചൈനയുടെ ആയാലും ശരി, എല്ലാം സശ്രദ്ധം വീക്ഷിച്ച് അപ്പോൾ വിവരങ്ങൾ ഇവിടെ കൈമാറുന്നുണ്ട്. നമ്മുടെ റോയും തന്നെ വളരെയധികം ശക്തമാണ്. അങ്ങനെ ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനിയും പുതിയ ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം ഇന്ത്യയെ ഭയക്കുന്നു അമേരിക്ക എന്നുള്ളത് തന്നെയാണ്. ചിലർ പറയും മോദിജി ട്രംപിൻ്റെ കാല് പിടിച്ചു. എവിടെ പിടിച്ചു? ഇത് അവർ പറയുന്നതല്ലേ, അല്ലാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടൊന്നുമില്ല. ഈ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നു. അതിനെ മറികടക്കാനുള്ള പദ്ധതിയും ഇവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ആരുടെ ഉപരോധം? റഷ്യയിൽ അവിടുത്തെ എണ്ണക്കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം. അതുകൊണ്ട് കുറച്ച് ദിവസം എണ്ണ വാങ്ങുന്നതിന് കുറേ പ്രശ്നമുണ്ടാവും. പക്ഷേ ഇന്ത്യ അതും വകവയ്ക്കാൻ തോന്നുന്നില്ല. ഇപ്പോഴത്തെ നിലപാട് കണ്ടിട്ട് അതും വകവയ്ക്കാൻ പോകുന്നില്ല. കാരണം ഇവരാരാണ് ഉപരോധം ഏർപ്പെടുത്താൻ? അങ്ങനെ അമേരിക്കയുടെ ഉപരോധം പേടിച്ചുകൊണ്ട് ലോകത്തിലെ രാജ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? അതില്ലല്ലോ. നമ്മളൊക്കെ പരമാധികാര സ്വതന്ത്ര രാജ്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇനി എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത് സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ആ തീവ്രവാദത്തിന് മുമ്പേ ഉണ്ട്. ഇപ്പോൾ തന്നെ ശക്തം വെളിപ്പെട്ട് വരികയാണ്. തീവ്രവാദികളാണ് അവിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയതെങ്കിലും അതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാനെയും പിന്നിൽ അമേരിക്ക ഉണ്ടെന്ന് ഏകദേശം ഉറപ്പിക്കുന്ന രൂപത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം ആദ്യം തന്നെ ഇന്ത്യയെ നാണം കെടുത്തുകയാണ് ചെയ്തത് ട്രംപ്. അവിടുന്ന് കുറച്ച് ആൾക്കാരെ അനധികൃതമായിട്ട് ചെന്നു എന്ന് പറയുന്ന ആൾക്കാരെ, സാധാരണ അവരും മനുഷ്യരാണല്ലോ, ഈ അനധികൃതമായിട്ട് ചെല്ലാൻ പല കാരണങ്ങളും കാണും. അവരെ ചങ്ങലക്കിട്ട് ബന്ധിച്ചു കൊണ്ടുവരികയുണ്ടായി.
അന്ന് വലിയ വിവാദമായിരുന്നു അത്. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ഇന്ത്യ. പക്ഷേ അവിടെ സിന്ദൂറിൻ്റെ സമയത്ത് കിരാന കുന്നുകളിൽ കയറി അടിച്ചപ്പോൾ അത് അവർക്കും നാണക്കേടായി. കാരണം കിരാന കുന്നുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അണുവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്ന് പിന്നെയാണ് മനസ്സിലാകുന്നത്. അവർക്കത് തുറന്നു പറയാനും പറ്റില്ല. അത് അമേരിക്കയ്ക്കൊരു ക്ഷീണമാണ്. പിന്നെ യുദ്ധം നിർത്തിയത് ഞാനാണ് എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതും അംഗീകരിച്ചു കൊടുത്തില്ല. കാരണം അതിൽ സത്യമില്ല, പിന്നെ അംഗീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിച്ചു. അവർ ഉപരോധം ഏർപ്പെടുത്തി. അതിനെ നമ്മൾ മറികടന്നു. ഞാൻ കരുതിയത് ഒരു 4-5 മാസം ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ്. പക്ഷെ ഉണ്ടായില്ല. 1 മാസം പോലും ബുദ്ധിമുട്ടുണ്ടായില്ല. പെട്ടെന്ന് തന്നെ 41 രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള സംഭവം ഇവിടെ ശരിയാക്കി. കാരണം നേരത്തെ കൂട്ടിയുള്ള കരാറുകൾ അത് ഭേദഗതി ചെയ്തിട്ട് 41 രാജ്യങ്ങളിലേക്ക് അയച്ചു. മാത്രമല്ല ചൈനയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്നു ഇപ്പോൾ. ഇത് ഒക്കെ ട്രംപിനെ അസ്വസ്ഥമാക്കും. ഇനി അമേരിക്കയും ട്രംപും തമ്മിൽ ഇന്ത്യയും തമ്മിൽ പഴയൊരു ബന്ധം, ഊഷ്മളമായൊരു ബന്ധം ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. കാരണം ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമെല്ലാം. പ്രത്യേകിച്ച് ഈ വധശ്രമങ്ങളും കൂടി വന്ന സമയത്ത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനാണ് അതിൻ്റെ പിന്നിൽ എന്ന് അറിയുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ സംശയം. അല്ലാതെ വേറെ ആർക്കും മോദിജിയെ അപായപ്പെടുത്തണമെന്നില്ല. ഉള്ളത് ഇവർക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളിൽ വീണ്ടും ഊഷ്മളമായിട്ടുള്ളൊരു സൗഹൃദം ഈ 2 രാജ്യങ്ങളും ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. അമേരിക്കയാണെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പല കള്ളക്കളികളും അവിടെ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ മുകളിൽ പല നിബന്ധനകളും വെച്ച് പ്രശ്നമാക്കുന്നുണ്ട്. പക്ഷേ അവർക്കും തന്നെ ഈ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും റഷ്യ, ഇന്ത്യ, ചൈന എന്നുള്ള ഈ ഗ്രൂപ്പിനോട് കൂടി ചേരാൻ സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? അത് അമേരിക്കയുടെ തകർച്ച സാമ്പത്തികമായിട്ട് ഇപ്പോൾ അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം പൂർണ്ണമായി എന്ന് ലോകം അറിഞ്ഞിട്ടില്ലെന്നോ കുറേശ്ശെ വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ സത്യസന്ധമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, യൂറോപ്യൻ യൂണിയനെല്ലാം അമേരിക്കയിൽ നിന്ന് വിട്ടുപോരും. സംശയമൊന്നുമില്ല. ഇപ്പം സംഗതി സത്യമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വ്യക്തമായിട്ടൊരു തെളിവ് കിട്ടുന്നില്ല. $34 ട്രില്യൺ കടമുണ്ട് അമേരിക്കയ്ക്ക് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല, വിദേശ മാധ്യമങ്ങളാണ് പറയുന്നത്. അപ്പോൾ വിദേശ മാധ്യമങ്ങൾ തന്നെയാണ് അമേരിക്കയിലെ അവസ്ഥ പറയുന്നത്. അവരൊന്നും കാണാതെ പറയില്ലല്ലോ. പക്ഷേ അതെല്ലാം ഈ ട്രംപിൻ്റെ ഒരു അഭിനയം കൊണ്ട് ആൾക്കാർ വിശ്വസിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നല്ലെങ്കിൽ നാളെ ആ സത്യസന്ധമായ കാര്യങ്ങൾ വെളിയിൽ വരും. എല്ലാവർക്കും വിശ്വസിക്കാൻ പാകത്തിൽ വെളിയിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇന്ത്യക്കെതിരെ നടത്തുന്ന ഈ ഒരു ഗൂഢാലോചന ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ ആലോചിക്കുക. അമേരിക്കയുടെ വാലാട്ടികളായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. സാധാരണ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഭരണ കക്ഷിക്കെതിരായിട്ട് പറയാം. പക്ഷെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന വികാരമാണ് നോക്കേണ്ടത്. ഇതങ്ങനെയല്ല. ലോകം മുഴുവൻ നടന്ന് ഇന്ത്യയെ അപമാനിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷമാണ് നമുക്കുള്ളത്. എന്ത് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്താലും അതിനെയൊക്കെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു നരേറ്റീവ്, അതും ഡീപ് സ്റ്റേറ്റിൻ്റെ വകയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കള്ളപ്രചരണങ്ങളിൽ കുടുങ്ങാതിരിക്കുക. നന്ദി, നമസ്കാരം.